ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ട്രൈക്കർമാരിൽ ഒരാളാണ് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്നത്. ഹാലൻഡ് ഇനിയിപ്പോൾ ഒരു ദിവസം പോലും ഫുട്ബോൾ കളിക്കാണ്ടിരുന്നാലും അക്കൗണ്ടിലെ കോടിക്കണക്കിന് രൂപ വന്ന് നിറയുമെന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് വിശ്വസിക്കും? അതിനിപ്പോൾ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ആകെ ജലദോഷം പിടിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും ടോപ്പിക്കിലേക്ക് വന്നാൽ, മിക്ക ഫുട്ബോൾ താരങ്ങളും അവരുടെ കരിയർ അവസാനിക്കുന്ന ആ ഒരു സമയത്താണ് ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഹാലൻഡ് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. മറ്റു ഫുട്ബോൾ താരങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഫുട്ബോൾ താരത്തിന് ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു താരമാണ് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്നത്. അത് ഇല്ലീഗലായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളും മറ്റൊന്നും ചെയ്തിട്ടുള്ള, കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് പ്രൊഫഷണൽ മൈൻഡ് സെറ്റിലാണ് ഹാലൻഡ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മെസ്സിയും റൊണാൾഡോയും നെയ്മറും എംബാപ്പയും യാമിൻ യമാലും അടക്കമുള്ള വമ്പൻ താരങ്ങളുണ്ടായിരുന്ന വേൾഡ് കപ്പിൽ ഗ്രൗണ്ടിന് പുറത്ത് ഏറ്റവും അധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്ന ഹാലൻഡ് ആയിരുന്നു. ഹാലൻഡ് എന്ന് തുടങ്ങുന്ന ആ ഒരു സോങ്ങും കാർട്ടൂൺസും ആ ഒരു റണ്ണിങ് സ്റ്റൈലും ഒക്കെ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടോ, ഇനി ഇതിനെ എങ്ങനെയാണ് ഹാലൻഡ് ക്യാഷായിട്ട് മാറ്റിയത് എന്നൊക്കെ ഒരു വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. 2000 ജൂലൈ 21 ഇംഗ്ലണ്ടിലെ ലീഡ്സ് നഗരത്തിലാണ് എർലിംഗ് ബ്രൗട്ട് ഹാലൻഡ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഹാലൻഡിന്റെ പിതാവ് ആൽഫെ ഈഗെ ഹാലൻഡ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഹാലൻഡിന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷേ അവനൊരു സാധാരണ ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നു. വലിയ ശരീരവും അസാധാരണമായിട്ടുള്ള വേഗതയും അവിശ്വസനീയമായിട്ടുള്ള ഫിനിഷിംഗ് അടക്കം ഇവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗോൾ മിഷൻ തന്നെയായിരുന്നു ഹാലൻഡ് എന്ന് പറയുന്നത്. ഹാലൻഡ് ഓസ്ട്രേലിയ റെഡ് ബുൾ സാൻബർഗിലാണ് തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജർമ്മനിയിലെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ എത്തിയതോടെ ഭാവി വാഗ്ദാനം എന്നെല്ലാം മാധ്യമങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശേഷം 2022 മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയതോടെ അടുത്ത തലമുറയിലെ ഇതിഹാസങ്ങളിൽ ഒരാൾ എന്ന രീതിയിൽ വരെ ചർച്ചകൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഇതിനപ്പുറം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഹാലൻഡ് ഫുട്ബോളിനപ്പുറം തൻ്റെ ബ്രാൻഡിന്റെ വാല്യൂ പടിപടിയായിട്ട് ഉയർത്തുകയായിരുന്നു. ഹാലൻഡ് എംബാപ്പെ, ഭാവിയിലെ മെസ്സി, റൊണാൾഡോ എന്ന രീതിയിലുള്ള കമ്പാരിസൺ പരിപാടികളൊക്കെ പ്ലാൻഡ് ആണ് എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ മറ്റൊക്കെ ഇപ്പം പുറത്ത് നടക്കുന്നുമുണ്ട്. എന്തായാലും ഇതിലൂടെ ഹാലൻഡിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ചേർന്നല്ല, ഇന്ന് ലോകത്തിലെ വമ്പൻ കമ്പനികളിൽ ഏതെങ്കിലും ഒരു പരസ്യത്തിനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിനായിട്ട് ഒരു ക്യാമ്പയിനായിട്ട് ഒരു ഫുട്ബോൾ താരത്തിനെ തേടുമ്പോൾ അതിൽ മുൻപന്തിയിൽ ഹാലൻഡ് ഉണ്ടാവും. കാരണം നാളത്തെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇമേജ് ഹാലൻഡ് ഓൾറെഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഹാലൻഡിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നുള്ള സാലറി ഒരു വർഷം 350 കോടി രൂപയിലേറെയാണ്. പക്ഷേ സാലറിയിലൂടെ മാത്രമല്ല ഹാലൻഡ് ക്യാഷ് ഉണ്ടാക്കുന്നത്. ഫുട്ബോളിന് അപ്പുറം ഹാലൻഡ് എന്ന് പറയുന്നത് അതിസമർത്ഥനായുള്ള ഒരു ഇൻവെസ്റ്റർ കൂടിയാണ്. അതായത് ഇത് ഹാലൻഡ് ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതല്ല, ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ള മികച്ച കമ്പനികളെ കണ്ടെത്തി വാങ്ങുന്നതിന് വേണ്ടി ഹാലൻഡിനൊരു മികച്ചൊരു ടീം തന്നെയുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഹാലൻഡും അദ്ദേഹത്തിന്റെ ടീമും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് പ്രാധാന്യം നൽകുന്നവരാണ്. ഹാലൻഡിന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസും പബ്ലിക്കലി അവൈലബിൾ അല്ല. പക്ഷെ ഹാലൻഡ് തന്റെ നീണ്ട തലമുടി കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ ബാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബോൺഡീപ് എന്ന് പറയുന്ന നോർവീജിയൻ കമ്പനിയുടെ ഒരു ബാൻഡാണിത്. സത്യത്തിലെ ഈ കമ്പനിയുടെ ഓണേഴ്സിൽ ഒരാളാണ് ഹാലൻഡ്. ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയതിന് ശേഷമാണ് ഹാലൻഡ് മുടി നീട്ടി വളർത്തിയത് എന്നത് കൂടിയിട്ട് ചേർത്ത് വായിച്ചാൽ ഹാലൻഡ് എന്ന താരത്തിന്റെ ബിസിനസ് മൈൻഡ് സെറ്റ് എത്രയാണെന്ന് കുറച്ചുകൂടി കൂടുതൽ വ്യക്തമാവും. ഇത്തരത്തിൽ ചെസ്മേറ്റ് അടക്കം നിരവധി കമ്പനികളിൽ ഹാലൻഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹാലൻഡിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രാൻഡ് ഇമേജ് ആണ്. അതായത് വമ്പൻ സ്പോർട്സ് കമ്പനികളും മറ്റ് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഹാലൻഡുമായിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഹാലൻഡിന്റെ ആ ഒരു ജെൻസി സൂപ്പർ സ്റ്റാർ ഇമേജ്, അത്ലറ്റിക് ബോഡി, എന്തിന് ഹാലൻഡ് ചുമ്മാ നടക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാണ്. അത്രത്തോളം ലോകശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് കഴിവുള്ള ഒരു താരം തങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ബിസിനസ് ഓണർ ഉണ്ടാവുമോ? അതായത് ബൂസ്റ്റ് പിടിച്ചിട്ടാണ് സച്ചിനും ധോണിയും ഒക്കെ സെഞ്ചുറി അടിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നടന്നിട്ടില്ലേ ചെറുപ്പത്തിൽ? അത് തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബ്രാൻഡ് പാർട്ണർഷിപ്പിലൂടെ മാത്രം കോടികളുടെ വരുമാനമാണ് ഹാലൻഡ് ഓരോ വർഷവും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു ഫുട്ബോൾ താരത്തിന്റെ സ്ട്രെങ്ത് സ്റ്റേഡിയത്തിൽ മാത്രമല്ല, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതെല്ലാം ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ഹാലൻഡിന്റെ ഓരോ പോസ്റ്റും ഹാലൻഡിനെ ഫോളോ ചെയ്യുന്ന ലോകമെമ്പാടുള്ള കോടിക്കണക്കിന് ആരാധകരിലേക്ക് എത്തുന്നുണ്ട്. സോ ഒരു അഡ്വർടൈസ്മെന്റ് പോസ്റ്റ് ഹാലൻഡിന്റെ പേജിലിട്ടാൽ അത് ലോകമെമ്പാടുള്ള ആൾക്കാരിലേക്ക് എളുപ്പത്തിലേക്ക് എത്തിക്കാം. അതുകൊണ്ടാണ് വേൾഡ് കപ്പിന്റെ ടൈമിൽ പോലും ഹാലൻഡ് യൂട്യൂബ് ചാനലിലെ വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഹാലൻഡിന് സെപ്പറേറ്റ് മീഡിയ ടീമും ഇൻവെസ്റ്റ്മെന്റ് ടീമും എല്ലാം ഉണ്ട് താനും.
പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഫുട്ബോൾ താരത്തിൻ്റെ മുഖം, പേര്, സിഗ്നേച്ചർ, സെലിബ്രേഷൻ ഇവയ്ക്കെല്ലാം മൂല്യമുണ്ട്. വീഡിയോ ഗെയിമുകൾക്ക്, പരസ്യങ്ങൾക്ക്, മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾക്ക് ഇവയിലൊക്കെ ഹാലൻഡിൻ്റെ ഇമേജും പേരും ഒക്കെ ഉപയോഗിക്കാനായിട്ട് കമ്പനികൾ പ്രത്യേകം കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി രീതിയിൽ ഹാലൻഡ് എന്ന ഫുട്ബോളർ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഹാലൻഡിൻ്റെ ഏറ്റവും വലിയ ആസ്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കിയാൽ അദ്ദേഹം ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ക്യാഷ് അല്ല, അതിനപ്പുറത്തേക്ക് ലോകം ഹാലൻഡിനെ കാണുന്ന ഒരു രീതിയാണ്. അതായത് ഒരു കമ്പനി ഹാലൻഡിന് ക്യാഷ് കൊടുക്കുന്ന അദ്ദേഹം ഗോളുകൾ അടിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഹാലൻഡ് എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആരാധകർ ലോകമെമ്പാടും ഉള്ളത് കൊണ്ടാണ്. അതായത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് കഴിയുമെങ്കിൽ ബിസിനസ് അവസരങ്ങളും കൂടുതലാണ്. ഹാലൻഡ് സോങ്ങും അതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിംഗ് സ്റ്റൈലും വേൾഡ് കപ്പിൽ ഉടനീളം എതിർ ടീമിനെ ഓവറായിട്ട് പുകഴ്ത്തി നന്മകരമാകുന്ന ഹാലൻഡ് സ്റ്റൈലും ഒക്കെ ഫാൻസിനെ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാൻഡ് പരിപാടിയാണ്, PR ആണ് എന്നൊക്കെ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഹാലൻഡ് എന്ന അതിബുദ്ധിമാനായിട്ടുള്ള ബിസിനസ്സുകാരനെ അറിയാവുന്ന ആരും ഇത് കണ്ണും പൂട്ടി നിഷേധിക്കാനും സാധ്യതയുള്ള ഒരു കാര്യമല്ല. ശരിക്കും ഹാലൻഡിൻ്റെ കാര്യത്തിൽ ഫുട്ബോളിന് അപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെ തൻ്റെ സ്കില്ലിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറ്റാം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അതായത് ഫുട്ബോൾ കരിയർ ഒരുപാട് നാളുണ്ടാവില്ല, പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ്, ലോങ് ടൈം വിഷൻസ് ഒക്കെ നമ്മുടെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ചാലും അതിനുശേഷവും വരുമാനം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ്, അടുത്തൊരു 10 വർഷത്തിനപ്പുറം ലോക ഫുട്ബോളിനെ ഭരിക്കാനായിട്ട് പോകുന്നത് പ്രവചനങ്ങൾ പോലെ ഹാലൻഡും എംബാപ്പയൊക്കെ തന്നെ ആയിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.